എൻ്റെ അടുത്ത് സ്നേഹം പ്രകടിപ്പിച്ച് അഭിനയിച്ച് എന്നെ കൊണ്ടുപോയിട്ട് എൻ്റെ കുട്ടീനെ ഞാൻ കമൻ്റ് ഇവിടെ കൊടുക്കാം. കുട്ടീനെ എന്തോ ആക്കും. അത് ഈ പറയുന്നത് മേനാസിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫാത്രേ. അതെന്തായാലും അറിയാണ്ടവരൊന്നും പറയൂല. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വണ്ടി ഓടിക്കുന്ന ആളെന്ന്. ആ ആൾ നമ്മുടെ ഇടയപ്പുറം അവിടെ ജംഗ്ഷനിലുണ്ടായിരുന്നു. ആ വണ്ടി അവിടെ നിർത്തിയിട്ടിട്ടുണ്ടായി. അവനെ പോയിട്ട് ഈ മേനാസിൻ്റെ ഫ്രണ്ട്സും കൂടി തല്ലിക്കൂട്ടി. എൻ്റെ വീട്ടുകാരോട് ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല ഇങ്ങനത്തെ ഒരാളുടെ കൂടെ ജീവിക്കാൻ. എന്നാൽ പിന്നെ നമ്മൾ വിട്ടുകൂടി നമുക്ക് താല്പര്യമില്ലെങ്കിൽ. അതുപോലെ ഫസ്മിനല്ല ലല്ലുവിന് അവനും താല്പര്യമില്ല. പിന്നെ അവരെയും വിട്ടുകൂടെ. സ്വകാര്യ ജീവിതം കണ്ടന്റാക്കി സോഷ്യൽ മീഡിയ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച് പരാജയപ്പെട്ട കുടുംബങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടുംബമാണ് നമ്മുടെ മെഹനാസിൻ്റെ കുടുംബം. ആദ്യത്തെ കുടുംബമായ റിഫയുടെ മരണത്തെ തുടർന്നാണ് മലയാളികളടക്കം എല്ലാവരും നമ്മുടെ മെഹനാസിനെ വെറുത്തു തുടങ്ങിയത് എന്നുള്ളതാണ് സത്യം. അതിനുശേഷം മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കുന്നു. സഫയെ കല്യാണം കഴിക്കുന്നു. ഈ സഫയുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത ദിവസം അവർ ഒളിച്ചോടി മറ്റൊരാളുടെ കൂടെ പോയി എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ മെഹനാസ് ഒരു സ്റ്റോറി ഇടുന്നു. അതിനുശേഷം കാമുകൻ്റെ തെളിവുകൾ പുറത്തുവിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഫ്ലാറ്റ് അടിച്ചു പൊളിച്ച് അതിനകത്ത് നിന്ന് ബാഗെല്ലാം എടുത്തിട്ട് ലല്ലു ആണ് അവരുടെ കാമുകൻ എന്ന് പറഞ്ഞുകൊണ്ട് തെളിവുകളടക്കം മെഹനാസ് പുറത്തു കൊണ്ടുവരുന്നു. അതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സഫ ഒരു ഇൻ്റർവ്യൂ ഖാദർ കരിപ്പടിയുടെ പബ്ലിക് കേരളയിൽ കൊടുക്കുന്നു. അവിടെ വന്നിട്ട് പറയുന്നു, മെഹനാസ് എന്നെ തിരിച്ചു വിളിക്കുന്നു, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നും എനിക്കും മക്കൾക്കും നീയല്ലാതെ മറ്റാരാണുള്ളത് എന്നെല്ലാം ചോദിച്ച് മെഹനാസ് കരഞ്ഞ് നിലവിളിച്ച് കൈയും കാലും പിടിക്കുന്ന വോയിസ് നമ്മൾ കേട്ടു. ഇന്നിതാ അതിലും വലിയ പ്രശ്നവുമായിട്ട് വന്നിരിക്കുകയാണ് സഫ. എന്താണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്ന് കേട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞെട്ടും. എന്താണ് സഫയ്ക്ക് ഇപ്പോൾ പറയാനുള്ളത്? നമുക്കതോടെ കേൾക്കാം. ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും പിന്നെ എൻ്റെ അടുത്തേക്ക് വന്ന മേനോടെ കുറേ ചാറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. അതിനുശേഷം ഇന്നലെ മേന കുറേ ചാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് നമുക്ക് മോനിക്ക് വേണ്ടി ഒന്നിച്ച് ജീവിക്കാം, മറ്റത് മറിച്ചതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒന്നിനും അടുക്കാൻ നിന്നില്ല. ഇന്നലെ അപ്പോൾ ഫസ്മിനെയും മേനും തമ്മിൽ ഒരു ഇൻ്റർവ്യൂക്ക് ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായി. ഇന്നലെ ഇപ്പം എൻ്റെ അനിയത്തി പെട്ടെന്ന് വിളിച്ചിട്ട് ഒരു കമൻറ്റ് കണ്ടു. എന്നെ അഭിനയം എൻ്റെ അടുത്ത് സ്നേഹം പ്രകടിപ്പിച്ച് അഭിനയിച്ച് എന്നെ കൊണ്ടുപോയിട്ട് എൻ്റെ കുട്ടീനെ ഞാൻ കമൻ്റ് ഇവിടെ കൊടുക്കാം. കുട്ടീനെ എന്തോ ആക്കും. അത് ഈ പറയുന്നത് മേനാസിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫാത്രേ. അതെന്തായാലും അറിയാണ്ടവരൊന്നും പറയൂല. അപ്പോൾ ആ കമൻറ്റ് കണ്ടപ്പം അനിയത്തി എന്നെ വിളിച്ചിട്ട് എടി ഇങ്ങനൊരു കമൻറ്റ് കണ്ട് നീ ഒന്ന് ശ്രദ്ധിക്കണം. ആ സമയത്ത് നമ്മുടെ അവിടെ ഒരു ഇഷ്യൂ നടന്നു. അപ്പോൾ സഫ പറയുകയാണ്, അവരുടെ വീഡിയോൻ്റെ താഴെ വന്ന ഒരു കമൻറ്റ് അവരുടെ അനുജത്തി എടുത്തിട്ട് അയച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. സഫയെയും അതുപോലെ തന്നെ അവരുടെ മകനെയും തീർക്കാൻ വേണ്ടിയിട്ട് മെഹനാസ് കോപ്പ് കൂട്ടുന്നു എന്നുള്ളതായിരുന്നു ആ കമൻറ്റ്. തീർച്ചയായിട്ടും അതുപോലെ തന്നെയാണ് വരുന്നത്. അത് പേടിച്ചിട്ട് ഇപ്പോൾ സഫ അവരുടെ ഫ്ലാറ്റ് വിട്ടിട്ട് സ്വന്തം വീട്ടിലേക്ക് ഇപ്പോൾ താമസമടക്കം മാറിയിരിക്കുകയാണ് എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ഈ കമൻറ്റ് അയച്ച ആൾ എന്ന് പറയുന്നത് നമ്മുടെ മെഹനാസിൻ്റെ അടുത്ത കമ്പനിക്കാരൻ്റെ ഒരു വൈഫാണ്. അവർ അത്ര കാര്യങ്ങളൊന്നും അറിയാതെ വെറുതെ പറയുന്ന ഒരാളല്ല എന്നാണ് സഫ പറയുന്നത്. തീർച്ചയായിട്ടും ജീവനിലും അതുപോലെ തന്നെ തൻ്റെ മകനിലുമുള്ള കൊതി കൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ സ്വന്തം താമസമെല്ലാം മതിയാക്കിയിട്ട് വാപ്പയുടെയും ഉമ്മയുടെയും അടുത്തേക്ക് താമസിക്കാനായിട്ട് സഫ ഇപ്പോൾ വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. അത്തരത്തിൽപ്പെട്ട ഭീഷണിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും സ്വന്തമായി താമസിക്കുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് ഫാമിലിയുടെ ഒപ്പം കഴിയുകയും തീർച്ചയായിട്ടും മനസ്സിനും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സമാധാനം കിട്ടുകയും ചെയ്യും. അതിലെല്ലാം നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒപ്പമാണ്. അതിനുശേഷം ഈ സഫ പറയുന്ന വാക്കുകൾ തീർച്ചയായിട്ടും നമ്മളെ ഞെട്ടിക്കുന്നതാണ്. കാരണം വീണ്ടും ഒരു അടി പൊട്ടിയിരിക്കുകയാണ്. മെഹനാസും അവരുടെ കമ്പനിക്കാരും ചേർന്നുകൊണ്ട് നമ്മുടെ സഫയുടെ ഇപ്പോഴത്തെ കാറിൻ്റെ ഡ്രൈവറെ മർദ്ദിച്ചു അവശനാക്കി എന്നാണ് ഇപ്പോൾ സഫ മറ്റൊരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. നമുക്ക് അത് കേൾക്കാം. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വണ്ടി ഓടിക്കുന്ന ആളെന്ന്. ആ ആൾ നമ്മുടെ ഇടയപ്പുറം അവിടെ ജംഗ്ഷനിലുണ്ടായിരുന്നു. ആ വണ്ടി അവിടെ നിർത്തിയിട്ടിട്ടുണ്ടായി. അവനെ പോയിട്ട് ഈ മേനാസിൻ്റെ ഫ്രണ്ട്സും കൂടി തല്ലിക്കൂട്ടി അവൻ്റെ ഫോൺ വാങ്ങിച്ചെടുത്ത് ജംഗ്ഷനിലുള്ള ഒരുപാട് പേര് പറഞ്ഞ ആ ചെക്കനെ തല്ലിക്കൂട്ടിന്ന്. തിരൂരിൽ വെച്ചിട്ട് തല്ലാൻ നിന്നപ്പോൾ ഞാൻ എതിർത്തുകൊണ്ടാണ് അവനെ തല്ലാതിരുന്നത്. ഇന്നലെ എന്നിട്ട് കൂട്ടുകാരൻ കൂടി വന്നിട്ട് ഞാൻ കണ്ടതാ മേനു എൻ്റെ ഫ്ലാറ്റിൻ്റെ അവിടെ നിന്ന് പെട്ടെന്ന് മേനുൻ്റെ കൂട്ടുകാരൻ ഓടിപ്പോകുന്നു. മേനു വണ്ടി ഓടിക്കുന്നത് ഓടിപ്പോണത് ഞാൻ കണ്ടത് എൻ്റെ കണ്ണുകൊണ്ട്. അതിന് മുന്നാണ് ഈ ചെക്കനെ തല്ലിക്കൂട്ടിയിട്ട് എൻ്റെ കാറിലിട്ടിട്ട് അവനെ കൊണ്ടുപോയിട്ട് എൻ്റെ ഒരു GPS ഉണ്ട് വണ്ടിയിൽ. ലൊക്കേഷൻ നോക്കുമ്പം വണ്ടി മൂവിങ് ആണ്. പിന്നെ ഞാൻ നോക്കുമ്പോൾ അത്താണിക്കാണ് വണ്ടി ഉള്ളത്. എനിക്കറിയാം ഫസ്മീന എല്ലാവരും ഉണ്ടെന്ന്. എല്ലാവരും എറണാകുളത്തുണ്ടായി. ഇന്നലെ ഇൻ്റർവ്യൂ എറണാകുളത്തു നിന്നാണ് പറഞ്ഞത്. എനിക്കറിയാം എല്ലാവരും ഉണ്ടെന്ന്. അതുകൊണ്ട് അപ്പം തന്നെ പോലീസുകാരെ വിളിച്ച് സ്റ്റേഷനിൽ പരാതിയായിട്ട് പോയി. ഞാൻ ആ രാത്രി പോയിട്ട്
1 മണി വരെ ഞാൻ സ്റ്റേഷനിലിരുന്ന് ഇതിൻ്റെ പുറകെ. എന്നിട്ട് ആ ചെക്കനെ വീഡിയോ എടുപ്പിച്ച് അവനെ കൊണ്ട് എന്തൊക്കെയോ പറയിപ്പിച്ച് അവനെ ഭീഷണിപ്പെടുത്തിയിട്ട് പോലീസുകാർ വന്നപ്പോൾ അവൻ പറഞ്ഞു ഇവരെന്നെ ഒന്നും ആക്കിയില്ല, ഇവരെന്നെ ഒന്നും ചെയ്തില്ല, ഇവരെന്നെ തട്ടിക്കൊണ്ടുപോയില്ല, അങ്ങനെയൊക്കെ പറയിപ്പിച്ചു അവനെ കൊണ്ട്. ഏതായാലും ഈ കാര്യം കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. കാരണം നമ്മുടെ മെഹനാസും അതുപോലെ തന്നെ ഈ ഫസ്മിന സക്കീർ എന്ന് പറയുന്ന ആളും കൂടി തീർച്ചയായിട്ടും ഒരു പുതിയ ഇൻ്റർവ്യൂ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ആ സമയത്താണ് നമ്മുടെ സഫ ഈ ഒരു വീഡിയോ ആയിട്ട് രംഗത്ത് വന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇവരുടെ ഡ്രൈവറെ അടിച്ച് അവശനാക്കി റെഡിയാക്കിയതിന് ശേഷം തീർച്ചയായിട്ടും കേസുമായിട്ട് പോയത് ആരാണ് നിങ്ങൾ നോക്കണം. കാരണം കാറിൻ്റെ മുതലാളിയായ നമ്മുടെ സഫയാണ് ഈ കേസുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് രാത്രി 12 മണി വരെ അവിടെ നിന്നിട്ട് പോയി പോലീസിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞത് എന്ന് പറയുകയാണ്. അതിനുശേഷം പോലീസ് ഈ സംഭവത്തിന് ആസ്പദമായ ആൾ ചോദ്യം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറയുന്നു, എന്നെ ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ല, എന്നെ ആരും മർദ്ദിച്ചിട്ടില്ല, എൻ്റെ ഫോൺ ആരും പിടിച്ചെടുത്തിട്ടില്ല, ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം മൊഴി കൊടുക്കുന്നു. പിന്നെ എങ്ങനെയാണ് പോലീസ് ഇക്കാര്യത്തിൽ കേസെടുക്കുക എന്ന് മനസ്സിലാവുന്നില്ല. ഈ സംഭവത്തിന് ആസ്പദമായ വ്യക്തിക്ക് യാതൊരു പരാതിയുമില്ല, പക്ഷേ സഫയ്ക്ക് പരാതിയുണ്ട് എന്നുള്ളതാണ്. ഈ കാറുമായി ബന്ധപ്പെട്ട ഒന്നിനോ യാതൊരു പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. പക്ഷേ സഫയാണ് കേസ് കൊടുക്കുന്നത്. ഈ പ്രതിയായ ഈ കാറിൻ്റെ ഡ്രൈവർ പറയുന്നു എനിക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ എവിടെയോ ഒരു ആശയക്കുഴപ്പം തീർച്ചയായിട്ടും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ മെഹനാസിൻ്റെ ഫ്ലാറ്റിൽ നിന്നിട്ട് അവരുടെ കമ്പനിക്കാരൻ ഓടിപ്പോകുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് സഫ പറയുകയാണ്. തീർച്ചയായിട്ടും നമുക്കത് വിശ്വസിക്കാം. സഫ നേരിട്ട് കണ്ട ഒരു കാര്യമാണ്. അത്തരത്തിൽപ്പെട്ട ഒരു ആക്രമണം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി എങ്കിൽ തീർച്ചയായിട്ടും അത് നിരുത്സാഹപ്പെടുത്തേണ്ടത് തന്നെയാണ്. തെറ്റാണ്. നിയമത്തിൻ്റെ കണ്ണിൽ തീർച്ചയായിട്ടും അത് തെളിയിക്കപ്പെടുകയും ചെയ്യും. പിന്നെ ഇവർ പറയുന്നത് തീർച്ചയായിട്ടും ഒരു സിറ്റിയിൽ നിന്നാണ് ഇത്തരത്തിൽപ്പെട്ട ഒരു കച്ചറയും കാര്യങ്ങളും ഇന്ന് ഉണ്ടായത്. അവിടെയുള്ള ആൾക്കാരാണ് ഈ സഫിയോട് വിവരം പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ CCTVയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട് പോലീസിന് തെളിവ് ശേഖരിക്കാൻ പെട്ടെന്ന് സാധിക്കുകയും ചെയ്യും. പിന്നെ പറയുകയാണ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവൻ അത്തരത്തിൽപ്പെട്ട കാര്യങ്ങളൊന്നും പറയാതെ പോയത്, ഭീഷണിപ്പെടുത്തി വീഡിയോ ചിത്രീകരിച്ചു എന്ന് പറയുകയാണ്. ഇവർ ആ പെണ്ണൊന്നുമല്ലല്ലോ, ആണല്ലേ, എന്ത് വീഡിയോ ചിത്രീകരിക്കാനാണ് മനസ്സിലാവുന്നില്ല. കാരണം അദ്ദേഹം ഈ സഫയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും മെഹനാസ് അവനിൽ നിന്ന് ചോദിച്ചറിഞ്ഞിട്ട് അത് വീഡിയോയിൽ പകർത്തി എന്നാണ് ഇപ്പോൾ സഫ പറയുന്നത്. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? സഫ പറയുന്ന രണ്ടാമത്തെ ഒരു കാര്യം തീർച്ചയായിട്ടും നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കതുകൂടി കേൾക്കാം. വേറെ വഴിയില്ല. കാരണം അത്രക്ക് തല്ലി കൂട്ടിയിട്ടാണ് അവനോട് പറഞ്ഞത്. പാവം ചെക്കൻ. ഇന്നലെ അത്ര ഇഷ്യൂ ഉണ്ടായിട്ട് സ്റ്റേഷനിൽ വന്നപ്പോൾ അവൻ പറഞ്ഞു എന്നെ തല്ലി, എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് കുറേ വീഡിയോ പിടിപ്പിച്ചു, മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞു. ഫസ്മീന കാര്യങ്ങൾ കൂട്ടാളികൾ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. ഇന്നലെ ഇപ്പോൾ ആ തല്ലിയിട്ട് മുഖത്തൊന്നും അവൻ്റെ ഒരു പാടില്ല. അവൻ്റെ ഫോൺ നശിപ്പിച്ചപ്പോൾ സാറുമാർ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഫോണ് വണ്ടി കയറിയതാന്ന് പറഞ്ഞു. കാരണം അവരുടെ മുന്നിൽ നിന്ന് അവനിക്ക് പറയാൻ പറ്റില്ല, കാരണം അവൻ്റെ വീഡിയോ ലീക്കാക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഇന്നലെ ഇപ്പോൾ അവൻ ഹോസ്പിറ്റലിൽ പോയിട്ട് തലക്കടി കിട്ടിയിട്ടുണ്ട്. അവൻ്റെ 3 വട്ടം അവൻ ഛർദ്ദിച്ചത്. അതുകൊണ്ട് ഇന്നലെ രാജഗിരിയിൽ അവനെ കൊണ്ടുപോയേക്കായിരുന്നു രാത്രി. വേണ്ടെങ്കിൽ വേണ്ട, എന്നെ വേണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇമ്മാതിരി ബുദ്ധിമുട്ടിക്കാൻ വേണ്ടെങ്കിൽ അതിപ്പോൾ ഫസ്മിനാണെങ്കിലും അവളുടെ കെട്ടിയോനേ അല്ലേ ഇല്ലല്ലോ, തൊലാക്കല്ലേ എന്നാണ് പറഞ്ഞു. ഇവർക്ക് രണ്ടാൾക്കും പിന്നെ എന്താ നമ്മളോട് ഇത്ര ഇത് എനിക്കറിയത്തില്ല. ഇപ്പം എൻ്റെ കെട്ടിയോനോട് ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല ഇങ്ങനത്തെ ഒരാളുടെ കൂടെ ജീവിക്കാൻ. എന്നാൽ പിന്നെ നമ്മൾ വിട്ടുകൂടെ നമുക്ക് താല്പര്യമില്ലെങ്കിൽ. അതുപോലെ ഫസ്മിനല്ലല്ലോ അവന് താല്പര്യമില്ല, പിന്നെ അവരെയും വിട്ടുകൂടെ. തീർച്ചയായിട്ടും ഈ ഒരു കാര്യം എവിടെ കൊണ്ടൊന്നും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സഫ പറയുകയാണ് ഫോണ് അടിച്ച് പൊട്ടിച്ച് കളഞ്ഞു എന്നാണ് പറയുന്നത്. അത് പോലീസ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു വണ്ടി കയറിയിട്ട് പൊട്ടിയതാണ് എന്നെല്ലാം പറയുന്നു. ഇത്രയും പേടിക്കാൻ മാത്രം എന്ത് കാര്യമാണ് ഇദ്ദേഹത്തിൽ നിന്ന് മെഹനാസ് ചോദിച്ചറിഞ്ഞിട്ട് അത് വീഡിയോ ചിത്രീകരിച്ചത് എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിക്കുന്ന കാര്യം. ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ ഈ ഫസ്മിന സക്കീറും തീർച്ചയായിട്ടും ഈ മെഹനാസും തമ്മിലുള്ള ഒരു വീഡിയോ ഓൺ ദ വേ ആണ്, അത് വരുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് മുന്നേ ഒരു മുയം മുന്നേ എറിയുക എന്നൊരു തന്ത്രം പറ്റിയതാണോ എന്നെനിക്കൊരു സംശയം ഈ ഒരു കാര്യത്തിൽ തോന്നുകയാണ്. തീർച്ചയായിട്ടും എന്താണ് എന്നുള്ള കാര്യം നമുക്ക് വരും ദിവസങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ അവസാനമായിട്ട് നമ്മുടെ സഫ പറഞ്ഞ ഒരു കാര്യം, എന്തിനാണ് എന്നെ വേണ്ടാത്ത ഒരാളെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് എൻ്റെ പുറകെ വരുന്നത് എന്ന് ചോദിക്കും നമുക്ക് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും അതിൽ ന്യായം സഫയുടെ ഭാഗത്താണ്. സഫയ്ക്ക് താല്പര്യമില്ലാത്തൊരു വിവാഹമാണ് മെഹനാസുമായിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവർക്കത് ഡിവോഴ്സ് ചെയ്ത് വേറെ ജീവിതത്തിലേക്ക് കടക്കാൻ എല്ലാ സ്വാതന്ത്ര്യവും നമ്മുടെ സഫയ്ക്കുണ്ട്. പക്ഷേ സഫ പറയുന്ന മറ്റൊരു കാര്യം, എന്തിനാണ് ലല്ലുവിനെ തീർച്ചയായിട്ടും ഫസ്മിനക്ക് വേണ്ട, പിന്നെ എന്തിനാണ് ഫസ്മിന ലല്ലുവിൻ്റെ പുറകെ പോകുന്നത് എന്നൊരു ചോദ്യം കൂടി ഇവിടെ സഫ ചോദിക്കുന്നുണ്ട്. ഈ സഫയും ഈ മല്ലുവും തമ്മിൽ ബന്ധമുണ്ട്, ലല്ലും തമ്മിൽ ബന്ധമുണ്ട് എന്ന് തന്നെയാണ്
ഇതിൻ്റെ മുന്നേ തന്നെ മെഹനാസ് പറഞ്ഞ കാര്യവും അത് തന്നെയാണ് ഇത്രയും വലിയ ഒരു പ്രശ്നത്തിലേക്ക് അവരുടെ കുടുംബത്തെ കൊണ്ടെത്തിച്ചതും. അവർ തമ്മിൽ ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെയാണ് സഫയുടെ വാക്കിൽ നിന്ന് വരുന്ന കാര്യങ്ങളെല്ലാം കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലൊരു ബന്ധമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതൊരു കല്യാണം വേർപെടുത്തിയതിന് ശേഷമായിരിക്കണം നിങ്ങൾ അത്തരത്തിൽപ്പെട്ട ഒരു ബന്ധത്തിലേക്ക് പോകുന്നതും. നിങ്ങളുടെ മറ്റൊരു ജീവിതമാണെങ്കിൽ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുകയും അതുപോലെ തന്നെ എല്ലാം നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളൊരു ജീവിതത്തിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽപ്പെട്ട ഒരു തെറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് മെഹനാസിൻ്റെ ഭാഗത്തായിരിക്കും ന്യായമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അല്ലാത്ത മെഹനാസ് തീർച്ചയായിട്ടും ഒരു സംശയത്തിൻ്റെ നേരിലാണ് ഇവരെ കാണുന്നത് എന്ന് പറയുന്നുണ്ട് എങ്കിലും ഇവർ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് അവരുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നങ്ങളെല്ലാം ജീവിതത്തെ തകർക്കുകയാണ് എന്നുള്ളത്. ആത്യന്തികമായിട്ട് അവരുടെ ഒരു കുട്ടി അവരെ ഓർത്തുകൊണ്ടെങ്കിലും തീർച്ചയായിട്ടും നല്ല രീതിയിൽ അവർക്ക് പിരിഞ്ഞ് മറ്റൊരു ജീവിതത്തിലേക്ക് പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഈ അടികൊണ്ടും പിടികൊണ്ടും കച്ചറ കൊണ്ടും തീർച്ചയായിട്ടും ആ കുട്ടിക്കും തീർച്ചയായിട്ടും ഭാവിയിലേക്ക് വളർന്നു വരുന്ന സമയത്ത് മാനക്കേട് ഉണ്ടാവുകയാണ് ചെയ്യുക. കാരണം ഇന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇതൊരു തെളിവായിട്ടും അതുപോലെ തന്നെ ഈ വീഡിയോ ആയിട്ട് ഇന്ന് ഇവിടെ തന്നെ കിടക്കും. കാരണം നിങ്ങളത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ യൂട്യൂബും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമും അതുപോലെ തന്നെ ഫേസ്ബുക്ക് ആയാലും മറ്റ് സോഷ്യൽ മീഡിയ മാധ്യമങ്ങളെല്ലാം തന്നെ അതിലെല്ലാം ഇടുന്ന വീഡിയോകൾ നിങ്ങൾ റിമൂവ് ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല, അത് അവിടെ തന്നെ ഉണ്ടാകും. നാളെ നിങ്ങളെ മക്കൾക്ക് ഇതെല്ലാം കാണുന്ന സമയത്ത് വളരെ മോശമായി പോയി ഉമ്മ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൽ വീണ്ടും മനന്നൊന്ത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യേണ്ട ഒരവസ്ഥ വരും. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും 100% നിങ്ങൾ ആലോചിച്ചതിന് ശേഷം മാത്രം അപ്ഡേറ്റ് ചെയ്യുക. അല്ലാത്ത കാലത്തോളം തീർച്ചയായിട്ടും ഈ പേഴ്സണൽ കണ്ടൻറ്റ് റീച്ചിന് വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ജീവിതങ്ങൾ പരാജയപ്പെട്ട ചരിത്രം മാത്രമേ നമുക്ക് പറയാനുള്ളൂ. 1-2 പേര് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി വലിയ എല്ലാ ഫാമിലികളും ഇപ്പോൾ തകർന്നടിയുന്നത് നമുക്ക് കാണാം. അതിനേറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് നമ്മുടെ മല്ലു ബ്ലോഗ് അടക്കമുള്ള ഒരുപാട് ഫാമിലി ബ്ലോഗർമാർ ഇപ്പോൾ പരാജയത്തിൻ്റെ കയ്പ് നീർ കുടിച്ച് നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പറയുകയാണ്, വീണ്ടും നല്ല വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം, ബൈ.